Hi students. ഇന്ന് നമ്മൾ കണ്ടിന്യൂസ് ബൈവേരിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും സെൻട്രൽ ലിമിറ്റ് തിയറം എന്നീ ടോപ്പിക്കുകളിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the joint probability density function of x and y are. ജോയിന്റ് പി ഡി എഫ് തന്നിട്ടുണ്ട്. നമുക്ക് സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. f of x, y equal to c over the interval 1 less than x less than 3 and 2 less than y less than 4 and equal to 0 otherwise. അപ്പോൾ നമുക്കറിയാം ജോയിന്റ് പി ഡി എഫിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 1. നമുക്ക് എഫ് ഓഫ് എക്സ് കോമ വൈ തന്നിട്ട് സി ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി എക്സ് ആണ് ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിൽ എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുക. എക്സിൻ്റെ ലിമിറ്റ് എത്രയാണ്? സോറി, ഇതിൽ വൈ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വൈയുടെ ലിമിറ്റ് 2 to 4 കൊടുത്തു. പിന്നെ നമ്മൾ എക്സ് കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും ആ റിസൾട്ടിന്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് 1 to 3, അതായത് 1 to 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സി കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്. വിതിൻ ദ ലിമിറ്റ് 2 to 4. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ 4 minus 2 into dx equal to 1 എന്ന് വരും. Then c into integral 1 to 3 2 dx equal to 1. 2c കൊടുത്തു. എക്സ് ഇന്റഗ്രൽ ഡി എക്സ് എക്സ് ആണ്. വിതിൻ ദ ലിമിറ്റ് 1 to 3 equal to 1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 3 minus 1 ആണ്. 3 minus 1 2 2 into 2 4. 4c equal to 1 വരും. Then c equal to 1 by 4. ഓപ്ഷൻ എ ആണ് ആൻസർ. Next question, the joint PDF of random variable x and y is f of x comma y equal to 1 by 2 e raised to minus mod x minus mod y over the interval minus infinity less than x less than infinity and minus infinity less than y less than infinity. നമുക്ക് ജോയിന്റ് പി ഡി എഫ് തന്നിട്ടുണ്ട്. എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് the probability that x less than or equal to 1 and y less than or equal to 0. അതാണ് നമുക്ക് കാണേണ്ടത്. എഫ് ഓഫ് എക്സ് കോമ വൈ, അതിനെ നമ്മൾ എന്താ 1 by 2 e raised to minus mod x minus mod y. ഇത് a raised to m minus n ഫോമാറ്റിലാണ്. a raised to m minus n നമുക്ക് a raised to m into a raised to minus n എന്ന് എഴുതാം. അതേപോലെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by 2 e raised to minus mod x into e raised to minus mod y എന്ന് എഴുതി. നമ്മൾ ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1 y ലെസ് താൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇക്വേഷൻ ഡി വൈ ഡി എക്സ് ആണ്. അപ്പോൾ വൈയുടെ ലിമിറ്റ് ഉള്ളിലും എക്സിൻ്റെ ലിമിറ്റ് പുറത്തും കൊടുത്തു. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 1 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ ഡി എക്സ്. അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ എന്താണ്? 1 by 2 e raised to minus mod x e raised to minus mod y dy dx ആണ്. 1 by 2 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 1 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0. ഈ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുന്നത് എവിടെയാണ്? ലെഫ്റ്റ് നമ്പർ ലൈനിന്റെ ലെഫ്റ്റ് റീജിയൻ. 0 കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് പോകുന്ന റീജിയനാണ്. അവിടെ വൈയുടെ വാല്യൂ മോഡ് വൈ എന്താ? നെഗറ്റീവ് ആണ്. മോഡ് വൈ നെഗറ്റീവ് അല്ല, വൈൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ റെസ്റ്റ് മൈനസ് നെഗറ്റീവും ചേർന്ന് പോസിറ്റീവ് വൈ ആവും ഡി വൈ ഡി എക്സ്. ഇനി ഇതിന് ഇന്റഗ്രൽ ഇ റെസ്റ്റ് വൈ എന്ന് പറഞ്ഞാൽ ഇ റെസ്റ്റ് വൈ തന്നെയാണ്. ഇതിന്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു 0. അപ്പോൾ ഇ റെസ്റ്റ് 0 1ഉം ഇ റെസ്റ്റ് മൈനസ് ഇൻഫിനിറ്റി 0യും ആണ്. അതിനെ ചെയ്താൽ എന്ത് വരും? 1 by 2 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 1 ഇ റെസ്റ്റ് മൈനസ് മോഡ് എക്സ് ഇൻറ്റു 1 ഡി എക്സ്. അപ്പോൾ ഇ റെസ്റ്റ് മൈനസ് ഇൻഫിനിറ്റി ടു 1നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? മൈനസ് ഇൻഫിനിറ്റി ടു 0യും 0 to 1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് ഇൻഫിനിറ്റി ടു 0ലെ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സൈഡ് അല്ലേ. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും. 0 to 1ലെ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. പോസിറ്റീവും മൈനസും ചേർത്ത് നെഗറ്റീവ് ആണ്. ഇനി ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത ഇ റെസ്റ്റ് ടു എക്സ് തന്നെ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇ റെസ്റ്റ് ടു 0 മൈനസ് ഇ റെസ്റ്റ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ ഇ റെസ്റ്റ് ടു മൈനസ് 1 മൈനസ് ഇ റെസ്റ്റ് ടു 0 1 ആണ്. ഡിവൈഡഡ് ബൈ മൈനസ് 1. ഇ റെസ്റ്റ് ടു മൈനസ് 6 ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് 1 താഴെ വരും. അപ്പോൾ ഇ റെസ്റ്റ് ടു 0 1 ഇ റെസ്റ്റ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ഇ റെസ്റ്റ് ടു മൈനസ് 1 മൈനസ് 1. 1 plus 1 2 മൈനസ് ഇ റെസ്റ്റ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ.
Two components in a system with lifetimes x and y have a joint PDF given by f of x comma y equal to 4 e raised to minus of x plus 2y for x greater than or equal to 0 and y greater than or equal to 0. What is the marginal PDF for the lifetime of the second component of y? അതായത് രണ്ട് കോമ്പണൻസ് ഉണ്ട്. അതിൻ്റെ ലൈഫ് ടൈംസ് with lifetimes x and y have a joint PDF എന്ന് പറഞ്ഞാൽ f of x, y 4 e raised to minus x plus 2y ആണ്. മാർജിനൽ PDF yന്റെ മാർജിനൽ PDF കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാർജിനൽ PDFന്റെ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് y ഇൻറ്റു ഡി എക്സ്. വൈൻ്റെ ആണ് കാണേണ്ടതെങ്കിൽ എക്സ് കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. f of x comma y എന്താ? 4 e raised to minus of x plus 2y. x vary ചെയ്യേണ്ടത് greater than or equal to 0. That is 0 to infinity. 4 e raised to minus 2y constant ആയിരിക്കും. 0 to infinity e raised to minus x dx എന്ത് വരും? e raised to minus x greater than e raised to minus x divided by minus 1. upper limit minus lower limit കൊടുത്ത e raised to minus infinity minus e raised to 0 divided by minus 1. e raised to minus infinity 0 ആണ്, e raised to 0 1 ആണ്. ആ minus 1 ഉം divided by minus 1 വെച്ചാൽ plus 1 ആവും into 4 e raised to minus 2y. അപ്പോൾ ആൻസർ 4 e raised to minus 2y ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. The joint PDF of random variable x and y is f of x comma y equal to x into e raised to minus x into y plus 1, 0 less than or equal to x less than or equal to infinity, 0 less than or equal to y less than or equal to infinity, and f of x comma y equal to 0 otherwise. The probability density of x is. ഇതിലെ മാർജിനൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ക്വസ്റ്റ്യനിൽ മാർജിനൽ PDF ഓഫ് y ചോദിച്ചു. അപ്പോൾ എക്സ് ആവുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് വേണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് കോമ വൈന് എന്ത് എഴുതി? എക്സ് ഇൻറ്റു e raised to minus x ഇൻറ്റു y പ്ലസ് 1 ഇൻറ്റു dy. y കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus x കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. എക്സും കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ e raised to minus x y dy എന്ത് വരും? e raised to minus xy ഡിവൈഡഡ് ബൈ മൈനസ് എക്സ്. വൈയുടെ കോയിഫിഷ്യന്റ് എന്താണ്? മൈനസ് എക്സ് ആണ്. അതാണ് താഴെ വരിക, ഡിനോമിനേറ്ററിൽ വരിക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus infinity minus e raised to 0 divided by minus 1. That is e raised to minus x. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. കാരണം ഇതിലൊന്നും ഓപ്ഷൻ എ ബി സിയിലൊന്നും e raised to minus x വരുന്നില്ല. then ഓപ്ഷൻ ഡി ആണ് ആൻസർ. Let x and y be 2 points. The joint PDF of x and y is f of x comma y equal to 1 for 0 less than x comma y less than 1 equal to 0 otherwise. What is the expected distance between these 2 points? For distance ആണ് modulus of x minus y ആണ്. That is അതിന്റെ expected value എന്ന് പറഞ്ഞാൽ ഈ expectation of x modulus x minus y. That is integral 0 to 1 integral 0 to 1 mod x minus y into f of x y എന്താ 1 dx dy. ഇനി ഇതിൽ രണ്ട് കണ്ടീഷൻ വരാം. x greater than y ഉം y greater than x ഉം വരാം. x greater than y ആണെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റ് എങ്ങനെ വരും? 0 എക്സിന്റെ വേരിയേഷൻ ആണ് പറയുന്നത്. x greater than ആണെങ്കിൽ 0 കഴിഞ്ഞ y പിന്നെ x പിന്നെ 1 അങ്ങനെയല്ലേ വരിക? 0 ലെസ് താൻ y ലെസ് താൻ x ലെസ് താൻ 1 വരും. അപ്പോൾ എക്സ് വാരി ചെയ്യുന്നത് എവിടെ നിന്ന് എവിടെ വരെ ആയിരിക്കും? വൈക്കും 1നും ഇടയിലായിരിക്കും അല്ലേ? അതാണ് സെക്കൻഡ് ലിമിറ്റ് y to 1 വന്നത്. ഇതേപോലെ y ഗ്രേറ്റർ ദാൻ എക്സ് ആകുമ്പോൾ എന്ത് വരും? 0 ലെസ് താൻ എക്സ് ലെസ് താൻ y ലെസ് താൻ 1. അപ്പോൾ എക്സ് വാരി ചെയ്യേണ്ടത് 0നും yക്കും ഇടയിലായിരിക്കും. 0നും yക്കും ഇടയിലായിരിക്കും. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ ചെയ്ത x²/2 y ചെയ്ത xy വിത്ത് റെസ്പെക്ട് ടു dx ആണ് കേട്ടോ. അപ്പോൾ y കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ dx x ആണ്. upper limit minus limit y to 1 അപ്ലൈ ചെയ്യണം. y minus x with respect to dx ചെയ്ത y നെ ചെയ്ത xy വരും, x നെ ചെയ്ത x²/2 വരും. within the limit 0 to y dy. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് വരും? 1/2 minus y minus y²/2 plus y² dy plus integral 0 to 1 y² minus y²/2 minus 0 into dy. with respect to y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇതിനെ 1/2 y എന്നുള്ളത് y²/2 y²/2 എന്നുള്ളത് y³/6 വരും, y² y³/3 വരും. ഇപ്പോൾ ഇവിടെ y² എന്ന് പറഞ്ഞാൽ y³/3 വരും.
y square by 2 y cube by 6 വരും. ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1/2 ക്യാൻസൽ ആയി. 1/3 1/3 ആഡ് ചെയ്താൽ 2/3. -1/6 -1/6 ചെയ്താൽ 1/3 വരും. 2/3 -1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് സെൻട്രൽ, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടിന്യൂസ് ബൈ വേരി ഡിസ്ട്രിബ്യൂഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി സെൻട്രൽ ലിമിറ്റ് തിയറം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. First question, the central limit theorem says that the sampling distribution of the sample mean is approximately normal if all possible samples are selected, the sample size is large, the standard error of the sampling distribution is small, none of the above. അതായത് സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ എന്താ പറയേണ്ടത്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിൾ മീൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സാമ്പിൾ സൈസ് ഷുഡ് ബി സഫീഷ്യൻ്റ്ലി ലാർജ്. Option B ആണ് ആൻസർ. What type of distribution pattern must a population have in order to use the central limit theorem? അതായത് സെൻട്രൽ ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഏത് തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ ബി ലോഗരിതമിക് ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ സി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ക്യാൻ ബി യൂസ്ഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതിൽ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എക്സ്പോണൻഷ്യലോ ലോഗരിതമിക്കോ നോർമലോ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും നമുക്കതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. കണ്ടീഷൻ ഉണ്ട്, സൈസ് സാമ്പിളിംഗ് സൈസ് ഷുഡ് ബി സഫീഷ്യൻ്റ്ലി ലാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a computer generates 20 random numbers which are uniformly distributed between 0 and 1. Find approximately the probability that their sum is at least 10. അതായത് കുറെ റാൻഡം നമ്പേഴ്സ് ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പം അതിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ a+b/2 that is 1/2. വേരിയൻസ് എന്ന് പറഞ്ഞാൽ σ² = a-b² that is 1/12 ആയിരിക്കും. SN എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സൈസിന്റെ സം എന്ന് പറഞ്ഞാൽ 20 റാൻഡം വേരിയബിൾസ് ഉണ്ട്, അതിന്റെ സം എന്ന് പറഞ്ഞാൽ x1 + x2 + x3 etc. up to x20 ആണ്. n എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ ഇതിന്റെ സാമ്പിൾ മീൻ എന്ന് പറഞ്ഞാൽ n mu that is 20 × 0.5 10. വേരിയൻസ് എന്ന് പറഞ്ഞാൽ n σ², 20 × 1/12. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്, വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് √20/12. നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് xn - n mu ഡിവൈഡഡ് ബൈ σ√n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 - n mu ഡിവൈഡഡ് ബൈ σ√n. അതായത് പ്രോബബിലിറ്റി ഓഫ് Zn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 - 10, n mu 10 ആണ്, 0 വരും. Zn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ന്റെ വാല്യൂ ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതിന്റെ മീനിനെ ബേസ് ചെയ്തിട്ട് അത് സിമെട്രിക് ആയിരിക്കും. അതായത് മൊത്തം ഏരിയ, ഈ കർവിന്റെ മൊത്തം ഏരിയ 1 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഏരിയയും റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഏരിയയും ഈക്വൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ? Zn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ന്റെ പ്രോബിലിറ്റി ആണ് കാണേണ്ടത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, റൈറ്റ് സൈഡിലുള്ള ഏരിയ ആണ്, ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് കാണേണ്ടത്. അതിന്റെ ഏരിയ എന്തായിരിക്കും? 0.5 ആയിരിക്കും, സിമെട്രിക് ആയ കാരണം. ഓപ്ഷൻ സി ആണ് ആൻസർ. The standard normal curve is symmetric about the values. So standard normal curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക് അബൌട്ട് മീൻ ആണ്. മീനിന്റെ വാല്യൂ 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് നോർമൽ കർവിലെ മീനിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഫോർ എ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് the value of standard deviation is, അതായത് സ്റ്റാൻഡേർഡ് നോർമൽ കർവിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. സ്റ്റാൻഡേർഡ് നോർമൽ കർവിലെ മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിരിക്കും. അങ്ങനെയുള്ള കർവാണ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ ഇത്രയും സ്ലൈഡിലൂടെ കണ്ടിന്യൂസ് വേരി ഡിസ്ട്രിബ്യൂഷന്റെയും സെൻട്രൽ ലിമിറ്റ് തിയറത്തിന്റെയും പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you.